പലപ്പോഴും നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. വളരെയേറെ ദേഷ്യപ്പെടുന്ന, അരിശപ്പെടുന്ന, ഭാര്യയെ നോക്കി പലതും വിളിച്ചു പറയുന്ന ഭർത്താക്കന്മാർ. ഈ സമയങ്ങളിൽ മൗനമായി എല്ലാം കേട്ടു നിൽക്കുന്ന ഭാര്യമാരെ പല ഭവനങ്ങളിലും നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ആ ഭാര്യ ഒരു ദിവസം ഒന്ന് പ്രതികരിച്ചാൽ, ആ ഭാര്യ ഒരു ദിവസം ഒന്ന് എതിർത്ത് പറഞ്ഞാൽ അന്ന് തീരാവുന്നതേ ഉള്ളൂ ഈ ഭർത്താവിൻ്റെ ദേഷ്യം. ഭാര്യ ദേഷ്യപ്പെടാതെ ഇരിക്കുന്നതും ഭാര്യ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെയും കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഭവനം തകരാതിരിക്കാനും അവരൊന്നും മിണ്ടാത്തത്. അവർക്ക് ദേഷ്യപ്പെടാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ കോപിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല. ഇതുപോലെ തന്നെയാണ് പല ഭവനങ്ങളിലും പല ഭാര്യമാർ ഭർത്താക്കന്മാരുടെ നേരെ അമിതമായി ദേഷ്യപ്പെടുകയും അരിശപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അവർ ഭീരുക്കളായിട്ടോ അവർക്ക് തിരിച്ച് പ്രതികരിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടോ അല്ല അവർ പ്രതികരിക്കാത്തത്. അവർ ക്ഷമയോടെ അത് സഹിക്കുന്നതിൻ്റെ പിന്നിൽ ഓരോ ഭാര്യമാരും മനസ്സിലാക്കണം, തങ്ങളുടെ കുടുംബം തകർന്നു പോകരുത്, തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് കാണരുത്, അറിയരുത് എന്ന് വിചാരിച്ച് മാത്രമാണ് പല ഭർത്താക്കന്മാരും പലപ്പോഴും മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ദേഷ്യപ്പെടാൻ നമുക്ക് ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ദേഷ്യപ്പെടുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, ക്ഷമയോടെ കേൾക്കുന്ന വ്യക്തിക്കാണ് യഥാർത്ഥത്തിൽ ശക്തിയുടെ ആവശ്യം. ആ വ്യക്തി അങ്ങനെ ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി കാരണമാണ് പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങൾ തകർന്നു പോകാതിരിക്കുന്നത്. അത് ഭാര്യയാകാം, അത് ഭർത്താവാകാം, ചിലപ്പോൾ അത് മക്കളാകാം, മാതാപിതാക്കളാകാം, ചിലപ്പോൾ അത് സഹോദരങ്ങളാകാം, ബന്ധുമിത്രാദികളാകാം. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ എതിരെ നിൽക്കുന്ന ഏത് വ്യക്തി അത് ക്ഷമയോടെ നമ്മളോട് തിരിച്ചു പറയുന്നില്ലെങ്കിൽ ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായിത്തീരുന്നു. ആ വ്യക്തി പ്രതികരിച്ചാൽ അപ്പോൾ തീരും നമ്മുടെ ദേഷ്യവും നമ്മുടെ അരിശവും നമ്മുടെ കോപവും എല്ലാം ആ നിമിഷം തീരും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ദേഷ്യപ്പെടാൻ ശക്തിയുടെ ആവശ്യമില്ല. പിന്നെയോ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതിനാണ് ശക്തിയുടെ ആവശ്യം. അപ്പോൾ ഏതൊരു ഭവനത്തിൽ ഒരു വ്യക്തി ദേഷ്യപ്പെടുന്നുണ്ടോ മറ്റേ വ്യക്തി മിണ്ടാതിരിക്കുന്നെങ്കിൽ ആ വ്യക്തി ഭീരുവായിട്ടോ ആ വ്യക്തിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടോ അല്ല. ആ വ്യക്തി മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ആ കുടുംബം ഇന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.